എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരളത്തിൽ ട്രാഫിക് നിയമലംഘനങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും MVDക്ക് റിപ്പോർട്ട് ചെയ്യാൻ പൊതുജനങ്ങളെ അനുവദിക്കുന്ന ആപ്പ് ഏതാണ്? സിറ്റിസൺസ് സെന്റിനൽ എന്ന ആപ്പാണ് കേരളത്തിൽ ട്രാഫിക് നിയമലംഘനങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും MVDക്ക് റിപ്പോർട്ട് ചെയ്യാൻ പൊതുജനങ്ങളെ അനുവദിക്കുന്ന ആപ്പ്. ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്ററുകൾ തയ്യാറാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്ററുകൾ തയ്യാറാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. ഏത് ആരോഗ്യ പദ്ധതിക്ക് വേണ്ടിയാണ് കേരള സർക്കാർ 2424.28 കോടി രൂപയുടെ ലോകബാങ്ക് വായ്പയ്ക്ക് അംഗീകാരം നൽകിയത്? കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം KHSIP. കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം എന്ന ആരോഗ്യ പദ്ധതിക്ക് വേണ്ടിയാണ് കേരള സർക്കാർ 2424.28 കോടി രൂപയുടെ ലോകബാങ്ക് വായ്പയ്ക്ക് അംഗീകാരം നൽകിയത്. കാലാവധി കഴിഞ്ഞതും ഉപയോഗിക്കാനാകാത്തതുമായ മരുന്നുകൾ മൂലമുള്ള പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കേരളം ആരംഭിച്ച സംരംഭം N-PROUD, ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്. N-PROUD എന്ന സംരംഭമാണ് കാലാവധി കഴിഞ്ഞതും ഉപയോഗിക്കാനാകാത്തതുമായ മരുന്നുകൾ മൂലമുള്ള പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കേരളം ആരംഭിച്ച സംരംഭം. അടുത്തിടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് എത്തുന്ന ഒരു ബാക്ടീരിയ രോഗമാണ് ബ്രൂസെല്ലോസിസ്. അടുത്തിടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് എത്തുന്ന ഒരു ബാക്ടീരിയ രോഗത്തിൻ്റെ പേരാണ് ബ്രൂസെല്ലോസിസ്. ഏത് കാർഷിക ഗവേഷണ സ്ഥാപനമാണ് ഗോത്രവർഗക്കാരുടെ ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ഓറഞ്ച് നിറത്തിലുള്ള മധുരക്കിഴങ്ങ് വികസിപ്പിച്ചത്? സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ICAR-CTCRI തിരുവനന്തപുരം. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരമാണ് ഗോത്രവർഗക്കാരുടെ ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ഓറഞ്ച് നിറത്തിലുള്ള മധുരക്കിഴങ്ങ് വികസിപ്പിച്ചത്. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായി എത്തിയ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ. MV സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പാണ് വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായി എത്തിയ മദർഷിപ്പ്. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഫോട്ടോ പകർത്തിയ ഫോട്ടോഗ്രാഫർ ആരാണ്? സമർ അബു എലോഫ്. പലസ്തീൻ ഫോട്ടോഗ്രാഫറായ സമർ അബു എലോഫ് ആണ് 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഫോട്ടോ പകർത്തിയ ഫോട്ടോഗ്രാഫർ. 27ാമത് UK ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്തോ ഓസ്ട്രേലിയൻ ആന്തോളജി ചിത്രം മൈ മെൽബൺ എന്ന ആന്തോളജി ചിത്രമാണ് 27ാമത് UK ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്തോ ഓസ്ട്രേലിയൻ ചിത്രം. ഇസ്ലാമിക നിയമ വ്യാഖ്യാനം കാരണം ചെസ് നിരോധിച്ച രാജ്യം അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരാണ് ഇസ്ലാമിക നിയമ വ്യാഖ്യാനം കാരണം ചെസ് നിരോധിച്ചത്. 78ാമത് കാൻ ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റിനുള്ള 2 ഓണററി പാം ഡി ഓർ അവാർഡുകൾ സമ്മാനിച്ചത് ആർക്കൊക്കെയാണ്? റോബർട്ട് ഡി നീറോ, ഡെൻസൽ വാഷിംഗ്ടൺ എന്നിവർക്കാണ് 78ാമത് കാൻ ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റിനുള്ള ഓണററി പാം ഡി ഓർ അവാർഡുകൾ സമ്മാനിച്ചത്. 2025 ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ഇന്ത്യൻ ജാവലിൻ ത്രോ താരം ആരാണ്? നീരജ് ചോപ്രയാണ് 2025 ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ഇന്ത്യൻ ജാവലിൻ ത്രോ താരം. മൈക്രോ മിസൈലുകൾ ഉപയോഗിച്ച് ഡ്രോണുകളെ നിർവീര്യമാക്കാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കൗണ്ടർ ഡ്രോൺ സംവിധാനത്തിൻ്റെ പേര് ഭാർഗവാസ്ത്ര എന്ന സംവിധാനമാണ് മൈക്രോ മിസൈലുകൾ ഉപയോഗിച്ച്
ഡ്രോണുകളെ നിർവീര്യമാക്കാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കൗണ്ടർ സംവിധാനം. ഇന്ത്യയിൽ ആദ്യത്തെ യാചകരഹിത നഗരം ഇൻഡോർ. ഇൻഡോർ ആണ് ഇന്ത്യയിൽ ആദ്യത്തെ യാചകരഹിത നഗരം. അടുത്തിടെ വളർത്തുമൃഗങ്ങൾക്കായി കർണാടകയിൽ ആരംഭിച്ച ഡിജിറ്റൽ ആരോഗ്യ സംരക്ഷണ പ്ലാറ്റ്ഫോം പെറ്റോളജിസ്റ്റ്. അടുത്തിടെ വളർത്തുമൃഗങ്ങൾക്കായി കർണാടകയിൽ ആരംഭിച്ച ഡിജിറ്റൽ ആരോഗ്യ സംരക്ഷണ പ്ലാറ്റ്ഫോമാണ് പെറ്റോളജിസ്റ്റ്. ദാദാസാഹിബ് ഫാൽക്കെയുടെ ജീവിതം ആസ്പദമാക്കി സംവിധായകൻ രാജ്കുമാർ ഹിരാനി ഒരുക്കുന്ന ചിത്രത്തിൽ ദാദാസാഹിബ് ഫാൽക്കെയായി വേഷമിടുന്നത് ആമിർ ഖാൻ. ദാദാസാഹിബ് ഫാൽക്കെയുടെ ജീവിതം ആസ്പദമാക്കി സംവിധായകൻ രാജ്കുമാർ ഹിരാനി ഒരുക്കുന്ന ചിത്രത്തിൽ ദാദാസാഹിബ് ഫാൽക്കെയായി വേഷമിടുന്നത് ആമിർ ഖാനാണ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാന് വേണ്ടിയുള്ള പ്രതീകാത്മക സ്വാതന്ത്ര്യ പ്രഖ്യാപനം പുറപ്പെടുവിക്കുകയും പാകിസ്ഥാന്റെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം അഭ്യർത്ഥിക്കുകയും ഇന്ത്യയുടെ പിന്തുണ ആവശ്യപ്പെടുകയും ചെയ്ത ബലൂച്ച് ആക്ടിവിസ്റ്റും എഴുത്തുകാരനുമായ വ്യക്തി ആരാണ്? മിർ യാർ ബലൂച്ച്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാനു വേണ്ടിയുള്ള പ്രതീകാത്മക സ്വാതന്ത്ര്യ പ്രഖ്യാപനം പുറപ്പെടുവിക്കുകയും പാകിസ്ഥാന്റെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം അഭ്യർത്ഥിക്കുകയും ഇന്ത്യയുടെ പിന്തുണ ആവശ്യപ്പെടുകയും ചെയ്ത ബലൂച്ച് ആക്ടിവിസ്റ്റും എഴുത്തുകാരനുമായ വ്യക്തിയാണ് മിർ യാർ ബലൂച്ച്. തപ്തി മെഗാ റീചാർജ് പദ്ധതിക്കായി ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. മധ്യപ്രദേശും മഹാരാഷ്ട്രയുമാണ് തപ്തി മെഗാ റീചാർജ് പദ്ധതിക്കായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ആരാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് DGMO? ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ്. ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് ആണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ DGMO ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്. 2025 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം ലഭിച്ച എഴുത്തുകാരി ബാനു മുഷ്താഖ്. ബാനു മുഷ്താഖ് ആണ് 2025 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം ലഭിച്ച എഴുത്തുകാരി. അന്താരാഷ്ട്ര ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഫൗണ്ടേഷന്റെ ആദ്യ ഇന്ത്യൻ അംബാസിഡർ ശരത് കമൽ. ശരത് കമലാണ് അന്താരാഷ്ട്ര ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഫൗണ്ടേഷന്റെ ആദ്യത്തെ ഇന്ത്യൻ അംബാസിഡർ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 യുവ സാഹിത്യ പുരസ്കാരം നേടിയ മലയാള നോവൽ റാം കെയർ ഓഫ് ആനന്ദി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 യുവ സാഹിത്യ പുരസ്കാരം നേടിയ മലയാള നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി. 2025 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉള്ളൊഴുക്ക്. ഉള്ളൊഴുക്ക് എന്ന മലയാള ചിത്രമാണ് 2025 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ദേശീയ പുരസ്കാരങ്ങളിൽ മികച്ച സഹനടിക്കുള്ള പുരസ്കാരം നേടിയത് ഉർവശിയും ജാനകി ബോദിവാല. ഉർവശിയും ജാനകി ബോദിവാലയുമാണ് ദേശീയ പുരസ്കാരങ്ങളിൽ മികച്ച സഹനടിക്കുള്ള പുരസ്കാരം പങ്കിട്ടത്. ദേശീയ പുരസ്കാരങ്ങളിൽ മികച്ച സഹനടനുള്ള പുരസ്കാരം നേടിയത് വിജയരാഘവനും മുതുപ്പേട്ട സോമഭാസ്കറും. വിജയരാഘവനും മുതുപ്പേട്ട സോമഭാസ്കറുമാണ് മികച്ച സഹനടനുള്ള പുരസ്കാരം ദേശീയ പുരസ്കാരങ്ങളിൽ നേടിയത്. ദേശീയ പുരസ്കാരങ്ങളിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ താരങ്ങൾ ഷാറൂഖ് ഖാനും വിക്രാന്ത് മാസിയും. 12th ഫെയിൽ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് വിക്രാന്ത് മാസിയും, ജവാൻ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഷാറൂഖ് ഖാനുമാണ് ദേശീയ പുരസ്കാരങ്ങളിൽ മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടത്. മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് 12th ഫെയിൽ. 12th ഫെയിലിൻ്റെ സംവിധായകൻ വിധു വിനോദ് ചോപ്രയാണ്. ദേശീയ പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് 12th ഫെയിൽ. അംബികാസുധൻ മാങ്ങാടിനെ മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 4ാമത് സാഹിത്യ അവാർഡിന് അർഹമാക്കിയ നോവൽ ഏതാണ്? അല്ലോഹലൻ. അംബികാസുധൻ മാങ്ങാടിനെ മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 4ാമത് സാഹിത്യ അവാർഡിന് അർഹമാക്കിയ നോവലാണ് അല്ലോഹലൻ. ഹോപ്പ് ഓൺ എന്ന് പേരിട്ടിരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻ മറൈൻ ആംബുലൻസ് കം ഡിസ്പെൻസറി ആരംഭിച്ചത് കടമക്കുടി. കൊച്ചിയിലെ കടമക്കുടിയിലാണ് ഹോപ്പ് ഓൺ എന്ന് പേരിട്ടിരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻ മറൈൻ ആംബുലൻസ് കം ഡിസ്പെൻസറി ആരംഭിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നടന്ന ആക്രമണങ്ങളുടെ യഥാർത്ഥ വിവരങ്ങൾ
ഉപഗ്രഹ ചിത്ര തെളിവുകളോടെ ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ നിർണായക പങ്കുവഹിച്ച മലയാളി സ്റ്റാർട്ടപ്പ് കമ്പനി ഏതാണ്? കാവ സ്പേസ്. കാവ സ്പേസ് എന്ന ഒരു മലയാളി സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി നടന്ന ആക്രമണങ്ങളുടെ യഥാർത്ഥ വിവരങ്ങൾ ഉപഗ്രഹ ചിത്ര തെളിവുകളോടെ ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ നിർണായക പങ്കുവഹിച്ചത്. 2024 OV വിജയൻ സ്മാരക നോവൽ പുരസ്കാരം ലഭിച്ചത് ഇ സന്തോഷ് കുമാർ. ഈ സന്തോഷ് കുമാറിനാണ് 2024 OV വിജയൻ സ്മാരക നോവൽ പുരസ്കാരം ലഭിച്ചത്. ജ്ഞാനഭാരം എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 2024 OV വിജയൻ സ്മാരക ചെറുകഥാ പുരസ്കാരം ലഭിച്ചത് സന്തോഷ് ഏച്ചിക്കാനം. കവണ എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം. സന്തോഷ് ഏച്ചിക്കാനത്തിനാണ് 2024 OV വിജയൻ സ്മാരക ചെറുകഥാ പുരസ്കാരം ലഭിച്ചത്. 2024 OV വിജയൻ സ്മാരക യുവകഥാ പുരസ്കാരം ലഭിച്ചത് ഷാഫി പൂവത്തിങ്കൽ. ഷാഫി പൂവത്തിങ്കലിനാണ് 2024 OV വിജയൻ സ്മാരക യുവകഥാ പുരസ്കാരം ലഭിച്ചത്. കഥ റബീബിനും അത്തീത്തിനുമിടയിലെ നോണകൾ എന്ന കഥയ്ക്കാണ് പുരസ്കാരം. 2025 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് 2025 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ജേതാക്കളായത്. കേരളത്തിന് 8ാം സ്ഥാനമാണ്. ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിനിൽ നീരജ് ചോപ്ര എറിഞ്ഞ ദൂരം എത്രയാണ്? 90.23. 90.23 ദൂരമാണ് ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിനിൽ നീരജ് ചോപ്ര എറിഞ്ഞ ദൂരം. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ 90 മീറ്റർ മറികടക്കുന്നത്. ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചെങ്കിലും ജർമ്മനിയുടെ ജൂലിയൻ വെബർ 91.06 മീറ്റർ എറിഞ്ഞ് 1ാം സ്ഥാനം നേടി. 2ാം സ്ഥാനമാണ് നീരജ് ചോപ്ര നേടിയത്. ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിനിൽ നീരജ് ചോപ്ര എറിഞ്ഞ ദൂരം 90.231. 2ാം സ്ഥാനമാണ് ലഭിച്ചത്. 1ാം സ്ഥാനം ജർമ്മനിയുടെ ജൂലിയൻ വെബർ. ദൂരം 91.06 മീറ്റർ. കിടപ്പ് രോഗികൾക്കും ഗുരുതര രോഗം ബാധിച്ചവർക്കും സൗജന്യ പാലിയേറ്റീവ് കെയർ സേവനം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി കേരള സർക്കാർ സ്ഥാപിക്കുന്ന പ്രത്യേക ഗ്രിഡ് കേരള കെയർ. കേരള കെയറാണ് കിടപ്പ് രോഗികൾക്കും ഗുരുതര രോഗം ബാധിച്ചവർക്കും സൗജന്യ പാലിയേറ്റീവ് കെയർ സേവനം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി കേരള സർക്കാർ സ്ഥാപിക്കുന്ന ഒരു പ്രത്യേക ഗ്രിഡ്. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള ഗോത്ര അറിവ് പര്യവേക്ഷണം ചെയ്യുന്നതിനായി കേരള വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് ഗോത്രഭേരി. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള ഗോത്ര അറിവ് പര്യവേക്ഷണം ചെയ്യുന്നതിനായി കേരള വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഗോത്രഭേരി. 2025 മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രനാണ് 2025 മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹനായത്. പ്രൊജക്ട് ലയൺ പ്രകാരം ഏഷ്യൻ സിംഹങ്ങളുടെ 2ാമത്തെ ആവാസ കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വന്യജീവി സങ്കേതം ഏതാണ്? ബർദ വന്യജീവി സങ്കേതം, ഗുജറാത്ത്. ഗുജറാത്തിലെ ബർദ വന്യജീവി സങ്കേതമാണ് പ്രൊജക്ട് ലയൺ പ്രകാരം ഏഷ്യൻ സിംഹങ്ങളുടെ 2ാമത്തെ ആവാസ കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വന്യജീവി സങ്കേതം. 1ാമത്തേത് ഗുജറാത്തിലെ തന്നെ ഗിർ വന്യജീവി സങ്കേതം ആണ്. ശ്രീനാരായണ ഗുരു അപൂർവതകളുടെ കൃഷി എന്ന കൃതി എഴുതിയത് എം ചന്ദ്രബാബു. എം ചന്ദ്രബാബുവിൻ്റെ കൃതിയാണ് ശ്രീനാരായണ ഗുരു അപൂർവതകളുടെ കൃഷി എന്നത്. റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതിയാണ് റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച ഹൈക്കോടതി. ഗൂഗിൾ ക്രോം വെബ് ബ്രൗസറിൽ അവതരിപ്പിച്ച AI അധിഷ്ഠിത ലാർജ് ലാംഗ്വേജ് മോഡൽ LLM ഏതാണ്? ജെമിനി നാനോ. ഗൂഗിൾ ക്രോം വെബ് ബ്രൗസറിൽ അവതരിപ്പിച്ച AI അധിഷ്ഠിത LLM ലാർജ് ലാംഗ്വേജ് മോഡലാണ് ജെമിനി നാനോ. 2025 സൻസദ് രത്ന അവാർഡുകളിൽ മികച്ചതും സ്ഥിരവുമായ സംഭാവനകൾക്ക് പ്രത്യേക ജൂറി അവാർഡ് ലഭിച്ച RSPയെ പ്രതിനിധീകരിക്കുന്ന കേരളത്തിൽ നിന്നുള്ള MP NK പ്രേമചന്ദ്രൻ.
2025 സൻസദ് രത്ന അവാർഡുകളിൽ മികച്ചതും സ്ഥിരവുമായ സംഭാവനകൾക്ക് പ്രത്യേക ജൂറി അവാർഡ് ലഭിച്ച RSPയെ പ്രതിനിധീകരിക്കുന്ന കേരളത്തിൽ നിന്നുള്ള MP ആണ് NK പ്രേമചന്ദ്രൻ. ലിംഗ സംവേദനക്ഷമതയും വിദ്യാർത്ഥി സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ക്യാമ്പസ് കോളിംഗ് പരിപാടി ആരംഭിച്ച സംഘടന ദേശീയ വനിതാ കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷനാണ് ലിംഗ സംവേദനക്ഷമതയും വിദ്യാർത്ഥി സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ക്യാമ്പസ് കോളിംഗ് പരിപാടി ആരംഭിച്ച സംഘടന. 2025 ഇറ്റാലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്. കാർലോസ് അൽക്കാരസ് ആണ് 2025 ഇറ്റാലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. ഇറ്റാലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവായത് ജാസ്മിൻ പൗലിനി. ജാസ്മിൻ പൗലിനിയാണ് ഇറ്റാലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവായത്. നിലവിലെ കേരള സംസ്ഥാന പോലീസ് മേധാവി DGP ആരാണ്? റവാദ എ ചന്ദ്രശേഖർ IPS. റവാദ എ ചന്ദ്രശേഖറാണ് നിലവിലെ കേരള സംസ്ഥാന DGP പോലീസ് മേധാവി. 2025 17ാം ബ്രിക്സ് ഉച്ചകോടി നടന്നത് റിയോ ഡി ജനീറോ, ബ്രസീലിലെ റിയോ ഡി ജനീറോയിലായിരുന്നു 2025 17ാം ബ്രിക്സ് ഉച്ചകോടി നടന്നത്. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യയാണ് 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. 2026 ആഗോള AI ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യ തന്നെയാണ് 2026 ആഗോള AI ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. എല്ലാവർക്കും ഓണാശംസകൾ വീണ്ടും നേരുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.